നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഇന്നലെയുണ്ടായി. 100-ലേറെ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. 35-ൽ ഒതുങ്ങുന്നു LDFിൻ്റെ ഭരണ നേട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒട്ടനവധി മണ്ഡലങ്ങൾ ചർച്ചാ വിഷയമായിരുന്നു. ഇതിൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ മണ്ഡലങ്ങളിൽ BJP ഒരു ത്രികോണ മത്സരം കാഴ്ചവെച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നു പോകുന്നത്. BJPക്ക് ലഭിച്ചത് 3 സീറ്റുകളാണ്. എങ്കിൽ കൂടിയും ഒട്ടേറെ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല BJP ഏറ്റവും അധികം കടുത്ത പോരാട്ടം ചില മണ്ഡലങ്ങളിൽ നടത്തുകയും ചെയ്തു. അതിലൊന്നാണ് ഈ തൃശ്ശൂർ മണ്ഡലം എന്നത്. തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. പത്മജ വേണുഗോപാൽ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ മകനാണ്. കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ്റെ സഹോദരിയാണ്. മുൻ കോൺഗ്രസ് നേതാവാണ്. അവരാണ് BJPയിലേക്ക് ചേരുകയും ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തത്. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്, പക്ഷേ വിജയിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ BJPയിൽ നിന്നുകൊണ്ട് അവർ മത്സരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ തനിക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്ന് അവർ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അവിടെ വലിയ ഒരു വിജയം നേടാൻ കഴിയുമെന്നും അവർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. തൃശ്ശൂർ ഏതാണ്ട് BJPയുടെ ഒരു A ക്ലാസ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ അന്തിമ ഫലപ്രഖ്യാപനം ഇങ്ങനെയാണ്. UDFിൻ്റെ രാജൻ പല്ലൻ 60,290 വോട്ടുകൾക്ക് അവിടെ വിജയിക്കുന്നു എന്നുള്ളതാണ്. UDFിൻ്റെ മണ്ഡലം തന്നെയായിരുന്നു. നേരത്തെ ആലങ്കോട് ലീലാകൃഷ്ണൻ LDFിൻ്റെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് വരുന്നു. 33,482 വോട്ടുകളാണ്. 26,803 വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ ഇന്നലെ ജയിച്ചത്. പത്മജ വേണുഗോപാൽ വലിയ തരംഗമുണ്ടാക്കുമെന്ന് ഇന്ന് എല്ലാവരും കരുതിയ പത്മജ വേണുഗോപാൽ 28,662 വോട്ടുകളിൽ 3-ാം സ്ഥാനത്തേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത്. 2-ാം സ്ഥാനം പോലും നേടാനോ മത്സരം കാഴ്ചവെക്കാനോ ഈ പത്മജ വേണുഗോപാലിന് സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് സുരേഷ് ഗോപി, കേന്ദ്ര മന്ത്രി, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന സുരേഷ് ഗോപി കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചിരുന്നു. അപ്പോൾ 40,427 വോട്ടുകളാണ് BJP നേടിയത്. അതിൽ നിന്നാണ് 28,662ലേക്ക് BJP കുറഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 44,263 വോട്ടിൽ നിന്നും UDF സ്ഥാനാർത്ഥി 60,000ലേക്കും 43,317 വോട്ടിൽ നിന്നും LDF സ്ഥാനാർത്ഥി 33,000ലേക്കും പോയി. അതായത് UDFന് വൻ വർധന, LDFനും BJPക്കും വൻ രീതിയിൽ വോട്ട് ചോർച്ച. ഇതാണ് തൃശ്ശൂരിൽ സംഭവിച്ചത് എന്ന് സംശയം ഇല്ലാതെ പറയാം. അവിടെ അന്ന് സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോയിരുന്നു എങ്കിൽ പോലും വളരെ കൃത്യമായ വോട്ട്, 40,000-ലധികം വോട്ട് അദ്ദേഹം പിടിച്ചിരുന്നു. മാത്രമല്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലം BJP പിടിക്കുകയാണ് ചെയ്തത്. അന്ന് ലോക്സഭാ മണ്ഡലത്തിൽ BJP വിജയിക്കുമ്പോൾ തൃശ്ശൂരടക്കം ഉള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു. അവിടെ നിന്നാണ് BJP ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് BJP പ്രത്യേക പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നെങ്കിൽ അതെല്ലാം ഫലം കാണാത്ത ഒരു സാഹചര്യത്തിലേക്ക്, അതെല്ലാം വൻ പരാജയത്തിലേക്ക് പോയ ഒരു സാഹചര്യമാണ് തൃശ്ശൂരിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞപ്പോൾ ഉണ്ടായത്.